ഗൈസ്, എ ഐയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എ ഐ കാരണം ഒരുപാട് ജോലികൾ ഇല്ലാതെയാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോഡിങ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ചെറിയ ചെറിയ കോഡിങ്ങുകളും ചെറിയ ചെറിയ പ്രോഗ്രാമിങ്ങും, അതുപോലെ തന്നെ ക്യാഷ്യർ, ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ബാങ്കിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അങ്ങനെ എല്ലാ മേഖലയിലും മാറ്റങ്ങളും ഒരുപാട് ജോലികളും ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ എ ഐ വന്നു കഴിഞ്ഞാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ജോലി എടുക്കാൻ പറ്റുന്ന കുറച്ച് മേഖലകളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ മേഖലയാണ്. ഡോക്ടർമാർ, സർജന്മാർ, തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി പോലുള്ള തെറാപ്പിസ്റ്റ്, മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യേണ്ട ടെക്നീഷ്യന്മാർക്കും സ്കോപ്പ് ഉണ്ടാവും. അവിടെ നിന്നും ഇപ്പോൾ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു റോബോട്ട് വന്ന് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഹെൽത്ത് കെയർ മേഖലയിൽ എ ഐ വന്നു കഴിഞ്ഞാലും ഹ്യൂമൻസിന് ജോലി അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാത്തൊരു മേഖലയാണ് ഹെൽത്ത് കെയർ മേഖല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മേഖലയാണ് ക്രിയേറ്റീവ് മേഖല. ഇപ്പോൾ ഫിലിം ഡയറക്ഷൻ, VFX, എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നമുക്ക് ജോലി ചെയ്യാം. ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് ഉണ്ട്, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന മേഖലയിൽ ഹ്യൂമൻസിൻ്റെ ആവശ്യം നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ ഒരു മേഖലയാണ് ബിസിനസ് ഏരിയയിൽ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ. അതായത് ഒരു CEO അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് മാന്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഡീല് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സംവിധാനം റൺ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. സെയിൽസ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, ഇതുപോലത്തെ മേഖലയിലും എ ഐയുടെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ ചാൻസ് കുറവാണ്. എ ഐയുടെ ഒരുപാട് സാധ്യതകൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതല്ലാതെ ഇവിടെയൊക്കെ മാൻ ടു മാൻ വർക്ക് ചെയ്യാൻ ആൾക്കാർ വേണം. അതുപോലെ തന്നെ നാലാമത്തെ ഒരു മേഖലയാണ് ഡേ ടു ഡേ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ടൈലർമാർ, അല്ലെന്നുണ്ടെങ്കിൽ കുക്കിംഗ്, അല്ലെങ്കിൽ ഷെഫ്, അല്ലെങ്കിൽ കൾണറി ആയിട്ടുള്ള ബന്ധപ്പെട്ട ഏരിയയിൽ വർക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് ആൾക്കാർ വേണ്ട സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യണം. അതായത് ഒരു ഹ്യൂമൻ വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും വേണ്ടി വരും. ഇപ്പോൾ പ്ലംബിംഗ് ഉണ്ട്, ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, ഇതുപോലത്തെ മേഖലകൾ. ഇനി ടീച്ചിങ് മേഖല അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ടാവും ഫ്യൂച്ചറിൽ. അതുപോലെ തന്നെ ഇനി ആറാമത്തെ ഒരു മേഖലയാണ് ലീഗൽ ഏരിയ, ജഡ്ജിമാരും ലോയർമാരും. അപ്പോൾ ഇതുപോലത്തെ ഏരിയയിലൊന്നും എ ഐയുടെ ഒരുപാട് മാറ്റങ്ങൾ, എ ഐ ഇതുപോലത്തെ ജോലികൾ ഇല്ലാതെയാക്കൂല. അപ്പോൾ ഇതിനൊക്കെ സ്കോപ്പ് കൂടെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യും.